മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ വി ഡി സതീശനെതിരായ പടയൊരുക്കം എന്നുള്ള രീതിയിലാണ് ഇവരിതിനെ കാണുന്നത്. നേരത്തെ നമുക്കറിയാലോ, ഈ വി എം സുധീരൻ വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിരുന്നു. നമ്മുടെ ആ ബക്കാടി കമ്പനിയുമായുള്ള അല്ലെങ്കിൽ ഈ മദ്യനയവുമായുള്ള അല്ലെങ്കിൽ മദ്യവിവാദവുമായുള്ള ആ ഒരു കാര്യത്തിനിടയിൽ അതിനുശേഷം ഈ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ABVP കാരനെ ഈ ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിയമിക്കുന്നു. ശരത് എന്ന ABVP കാരൻ. അതിന് വളരെ വ്യക്തമായ മറുപടി നേരത്തെ തന്നെ വി ഡി സതീശൻ നൽകിയിരുന്നു. അതായത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, KSUക്കാർ ഇതിൽ ഇടപെടേണ്ട. ശരിയാണ്, KSUക്കാർക്ക് ഇതിൽ പറയാൻ എന്താണ് KSUക്കാർക്ക് ഇതിൽ പറയേണ്ട കാര്യം? കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്ലീഡറായിട്ട് ആരെ നിയമിക്കണം എന്ന് AG ആണ് തീരുമാനിക്കുന്നത്. AGക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് AG അതിൽ മികവുറ്റ ആൾക്കാരെ, അതിൽ മികച്ച ആൾക്കാർ ആരെന്ന് AG കണ്ടെത്തി അവരെയാണ് നിയമിക്കാൻ വേണ്ടി പോകുന്നത്. അത് പഴയ പണ്ട് SFI കാരനായിരുന്നു, പണ്ട് ABVP കാരനായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഇത് കാര്യം. പഴയ ABVP കാർക്ക് കോൺഗ്രസിലേക്ക് വന്നുകൂടെ? അങ്ങനെ എത്ര പേര് വരുന്നു? അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങൾ, അതായത് അലോഷ്യസ് സേവ്യർ പറഞ്ഞ ഈ കാര്യങ്ങൾ KSUവിലെ തന്നെ നേതാക്കൾ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ KSU ജില്ലാ നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് പറയുന്നു, വേണ്ട, ആരുടെയും താളത്തിനനുസരിച്ച് തുള്ളണ്ട. കാരണം താങ്കൾ പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഈ പറയുന്ന ABVP കാരനല്ല. ഈ ശരത് എന്ന് പറയുന്ന ആള്, അയാൾ പണ്ട് ABVP കാരനായിരിക്കാം. പണ്ടത്തെ ABVP കാരൻ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിലേക്ക് വന്നുകൂടാ? എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നുകൂടാ? കലാകാലം മുഴുവൻ അയാൾ ABVP ആയി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അയാൾക്ക് BJPയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ? അങ്ങനെയാണ്. ഇവർ വളരെ വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് അലോഷ്യസ് സേവ്യറിന് നേരെ ഉന്നയിക്കുന്നത്. അലോഷ്യസ് സേവ്യർ പൊക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മുഴുവനും തകർക്കുകയാണ് KSUവിനുള്ളിൽ തന്നെയുള്ള യഥാർത്ഥ KSU കുഞ്ഞുങ്ങൾ. വി ഡി സതീശൻ നേരത്തെ പറഞ്ഞല്ലോ, KSU കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന പോലെ വി ഡി സതീശന്റെ സ്വന്തം KSU കുഞ്ഞുങ്ങൾ. ഈ പറയുന്ന അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KC വേണുഗോപാലിന്റെ ആജ്ഞക്കനുസരിച്ച് തുള്ളുന്ന എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ മാറ്റണം. വി ഡി സതീശൻ ശരിയല്ല. വി ഡി സതീശന്റെ നീക്കങ്ങൾ ഒന്നും ശരിയല്ല. വി ഡി സതീശൻ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അലോഷ്യസ് സേവ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് KSUവിനുള്ളിൽ തന്നെയുള്ള ജില്ലാ നേതാക്കന്മാർ പറയുന്നത്, വേണ്ട മോനെ, വേണ്ട, ആ പരിപ്പ് ഇവിടെ വേവില്ല മോനെ എന്ന് പറയുന്നത് KSUവിലെ ജില്ലാ നേതാക്കളാണ്. അവർ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഈ പറയുന്ന ശരത് ഉണ്ടല്ലോ, അതായത് അലോഷ്യസ് സേവ്യർ ആരോപണം ഉന്നയിക്കുന്ന ശരത് എന്ന് പറയുന്ന ABVP കാരൻ, അത് ആ ABVP കാരൻ പണ്ട് ABVP കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസിന്റെ. ഇപ്പോൾ മാത്രമല്ല, 2019 മുതൽ യൂത്ത് കോൺഗ്രസിന്റെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് സജീവ പ്രവർത്തകനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, MG യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും KSU നേതാക്കൾക്ക് വേണ്ടി കേസ് നടത്തിയ ആളാണ് ഈ ശരത്ത്. ഈ അലോഷ്യസ് സേവ്യർക്ക് ഏത് ലോകത്താണ്? KSU എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് തുള്ളണോ? ഏതായാലും ഈ ജില്ലാ നേതാക്കന്മാർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും ഈ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ആരാണ് ഈ ശരത്ത് എന്നത്. ഇപ്പോഴും പൊതുസമൂഹത്തിന് അറിയില്ലായിരുന്നു. ഈ ജില്ലാ നേതാക്കന്മാരാണ് പറയുന്നത്, ശരത്ത് എന്ന് പറയുന്ന ആൾ ശരി, പഴയ ABVP കാരൻ. പക്ഷേ അദ്ദേഹം 2019 മുതൽ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണെന്നേ. മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ വളരെ ശക്തമായി സജീവമായി പ്രവർത്തിച്ച ആളാണ്. അതിനേക്കാൾ ഉപരിയാണ് ഈ MG യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും KSUവിന്റെ സംസ്ഥാന നേതാക്കൾക്ക് വേണ്ടിയിട്ട് കേസ് വാദിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയെയാണ് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ ശുപാർശ പ്രകാരം AGയുടെ അടുത്തേക്ക് ലിസ്റ്റ് പോയത്. അതില് ഇയാൾക്ക് നേരെ കുരുപെട്ടുന്നത് ഈ അലോഷ്യസ് സേവ്യറിന്. മാത്രമല്ല, ഈ നേതാക്കന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാല്, നേരത്തെ തന്നെ ഇയാൾ അത്ര വലിയ ഈ സർക്കാരിന്റെ തെറ്റ് തിരുത്തുന്ന ഒരു കോൺസറാളാണ് ഇവനെങ്കിൽ, ഈ പറയുന്ന അലോഷി എങ്കിൽ, ഇവൻ ചെയ്യേണ്ടത് എത്ര ആരോപണങ്ങൾ ഈ പറയുന്ന മന്ത്രിസഭയ്ക്ക് നേരെയുണ്ടായി, അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്ക് നേരെയുണ്ടായി. പേഴ്സണൽ സ്റ്റാഫ് വിവാദം ഉണ്ടായല്ലോ. ആ സമയത്ത് ഈ പറയുന്ന അലോഷി എന്തും മിണ്ടിയോ? ഇല്ല. ഇത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിലെ കാര്യം വന്നപ്പോൾ അലോഷ്യസ് സേവ്യർ ചാടി വീഴുന്നു. അപ്പോൾ അലോഷ്യസ് സേവ്യറിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെ ഇത്തരത്തിൽപ്പെട്ട
ഇത്തരത്തിൽപ്പെട്ട അട്ടിമറി ശ്രമങ്ങൾക്ക് ഇവൻ ഈ അലോഷ്യസ് സേവ്യർ ശ്രമിക്കുകയാണ്, തുറന്നു കാട്ടുകയാണ് KSUവിന്റെ ജില്ലാ നേതാക്കന്മാർ. അതോടുകൂടി ഈ സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ എന്താ പറയാ ഒരു പ്രത്യേക ഗ്രൂപ്പ് പടയൊരുക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനുള്ള ഉത്തരമാണ് ഇപ്പം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ KCയുടെ കുത്തിത്തിരിപ്പ് മാത്രമാണ് എന്നും ഇതിനൊന്നും പിൻബലമില്ല എന്നുള്ളതാണ് ഏറ്റവും തെളിയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അലോഷ്യസ് സേവ്യർ ശരി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. പക്ഷേ അലോഷ്യസ് സേവ്യറുടെ പിന്നിൽ VD സതീശനെതിരെ നടത്തുന്ന ഈ പറയുന്ന പടനീക്കത്തിൽ ഒരാൾ പോലുമില്ല. മറ്റ് ജില്ലാ നേതാക്കന്മാരൊന്നുമില്ലാതെ എല്ലാവർക്കും അറിയാം ഈ അലോഷ്യസ് സേവ്യർ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന്. അതാണ് പറയുന്നത്. ഇവർ വളരെ കൃത്യമായി പറയുന്നു. നേരത്തെ SFI-കാരൻ അല്ലെങ്കിൽ നേരത്തെയുള്ള BJP-കാരൻ എന്തുകൊണ്ട് ഇവർക്ക് പാർട്ടിയിലേക്ക് വന്നുകൂടാ, കോൺഗ്രസിലേക്ക് വന്നുകൂടാ? അങ്ങനെയല്ലേ പാർട്ടി ശക്തിപ്പെടുക എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു BJP-കാരൻ കാലങ്ങൾ മുഴുവൻ അയാൾ BJP-കാരനാവണം, അല്ലെങ്കിൽ ഒരു SFI-കാരൻ അയാള് എല്ലാ കാലത്തും SFI അത് കഴിഞ്ഞിട്ട് DYFI അത് കഴിഞ്ഞിട്ട് CPMA ആകാൻ പാടുള്ളൂ? എന്ത് നിയമം? അവര് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് അവര് കോൺഗ്രസിലേക്ക് വരിക എന്ന് പറയുന്നത് അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലേ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. അപ്പൊ ഈ ശരത്ത് എന്ന് പറയുന്ന പഴയ ABVP-കാരൻ യഥാർത്ഥത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി 2019 മുതൽ തന്നെ അയാൾ കോൺഗ്രസിൽ സജീവമാണ് എന്ന് മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോയി കേസ് വാദിച്ച് ജയിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരു അഭിഭാഷകനെയാണ് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഗവൺമെന്റ് ലീഡറായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഈ ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ എന്തിനാ കുരുപൊട്ടുന്നത്? അപ്പൊ കുരുപൊട്ടുന്നത് എന്തിനാണ് മനസ്സിലായല്ലോ. കുരുപൊട്ടുന്നത് എന്തിനാണ്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. VD സതീശനെ ഭരിക്കാൻ അനുവദിക്കരുത്. VD സതീശന് സമാധാനത്തോടെ ഭരിക്കാൻ അനുവദിക്കരുത്. ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആരുടെ നിർദ്ദേശം ഇപ്പൊ വ്യക്തമായി അലോഷ്യസ് സേവ്യർ ആകെ നാണം കെട്ട് ഉടുപുടവയില്ലാതെ നിൽക്കുകയാണ് അലോഷ്യസ് സേവ്യർ. എന്തൊക്കെയാ പറഞ്ഞത്? തേവര കോളേജിൽ ഇങ്ങനെ വരുന്നു, VD സതീശൻ നടന്നു വരുന്നു, എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, ഞാൻ ചിരിച്ചിട്ടും VD സതീശൻ ചിരിക്കൂല. നിന്റെ മാതിരിയുള്ള കൂടെ നിന്നുകൊണ്ട് കാല് വരുന്ന ഈ രീതിയിലുള്ള ഏറ്റവും വലിയ വിഷജീവികൾ അവരെ സതീശന് തിരിച്ചറിയാം. സതീശൻ ചിരിക്കലും ചിരിക്കുക മാത്രമല്ല നിന്നോട് ഒരു തരത്തിലുള്ള സമവായത്തിനും സതീശൻ വരില്ലടോ. അതാണ് അലോഷ്യസ് സേവ്യറിന്റെ കൂടെയുള്ള ഈ നേതാക്കന്മാർ പറയുന്നു ഇവൻ ശരിയല്ല. എന്നിട്ട് അലോഷ്യസ് സേവ്യറിനെ പഠിപ്പിക്കുകയാണ് ജില്ലാ നേതാക്കൾ. നിങ്ങൾ ഈ VD സതീശനോടല്ലേ കാര്യങ്ങൾ പറയേണ്ടത്? എന്നിട്ട് പറയുന്നു ഇനി VD സതീശനോട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലോഹ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് KPCC പ്രസിഡന്റിനെ കാണണ്ടേ? നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് KPCC പ്രസിഡന്റിനെ കാണുകയല്ലേ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ചെയ്തില്ല? അതിന് പകരം ഈ പറയുന്ന പത്രക്കാർക്ക് മുഴുവനും ഈ നിങ്ങളുടെ വിയോജിപ്പുകൾ പത്രക്കാരോട് വിളിച്ചു പറയുകയാണോ ചെയ്യേണ്ടത്? അതാണോ അതിന് ശരി? നിങ്ങൾ എല്ലാ പത്രക്കാരോടും എല്ലാ ദിവസവും VD സതീശനെതിരായ ആരോപണങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നു. എന്നിട്ട് നിങ്ങളെ VD സതീശനെ കാണാൻ ശ്രമിച്ചു എന്ന് പറയുന്നു, ആ അനുമതി കിട്ടിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാവിധ വിവാദങ്ങളും ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെയുള്ള നിങ്ങളെ കാണുമ്പോൾ VD സതീശൻ എന്തിനു ചിരിക്കണം? തേവര കോളേജിൽ നിന്ന് വരുമ്പോഴാണോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണോ നിങ്ങളോട് ചിരിക്കേണ്ടതും അത് കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതും? അപ്പൊ അതിനുള്ള വേദികളൊന്നും നിങ്ങൾ ഉപയോഗപ്പെടുത്തില്ല. അതിന് പകരം KCയുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. പക്ഷെ അതിന് KSUക്കാരെ കിട്ടില്ല എന്ന് തീർത്തു പറയുകയാണ് KSUവിലെ ജില്ലാ നേതാക്കന്മാർ. കേട്ടോ, എറണാകുളത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും ഈ പറയുന്ന അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ എത്രയും പെട്ടെന്ന് ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് KSUവിന്റെ മറ്റു ജില്ലകളിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയൊരു സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണ്ട. ഇവരെ എത്രയും പെട്ടെന്ന് ചവിട്ടിത്തെറിപ്പിക്കണമെന്നാണ് ഈ പറയുന്ന ജില്ലാ നേതാക്കന്മാർ മൊത്തം പറയുന്നത്. യഥാർത്ഥത്തിൽ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശന് എന്താ പറയാ ഈ പൊതുസമൂഹത്തിൽ കിട്ടുന്ന ഒരു ജനസമ്മിതി ഉണ്ടല്ലോ, ആ ജനസമ്മിതി പോലെ തന്നെ KSUവിനുള്ളിലും. അതല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ KSUക്കാരെ മൊത്തം VD സതീശനെതിരല്ല. ഈ പറയുന്ന അലോഷ്യസ് സേവ്യറും അതേപോലുള്ള പെറുക്കിത്തീനികൾ മാത്രമാണ്. അലോഷ്യസ് സേവ്യറിനെ പോലുള്ള പെറുക്കിത്തീനികൾ ഒരു തരത്തിലും ഇവരെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഇവന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. അലോഷ്യസ് സേവ്യറുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. ഇവൻ ഇനി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് രംഗത്ത് വരില്ല. കാരണം എല്ലാ ജില്ലാ നേതാക്കന്മാരും ഇവനെതിരാണ്. ഇവന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. മുഖംമൂടി മാത്രമല്ല, ഇവൻ ഉടുപുടവയില്ലാതെ നഗ്നനായി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശന്റെ കൃത്യമായ തീരുമാനങ്ങൾ, കൃത്യമായ നടപടിക്രമങ്ങൾ, അതിലൂടെയാണ് VD സതീശൻ പോകുന്നത്.
ഇങ്ങനെ കെ സിയുടെ ഈ എന്താ പറയാ ഈ കോണകത്തിന്റെ പിന്നാലെ കോണകവും പിടിച്ച് നടക്കുന്ന ഇമാതിരി വിഷജീവികളുണ്ടല്ലോ, ഈ അലോഷിയുടെ പോലെയുള്ള അവരിഞ്ഞ് ഏത് സംസ്ഥാന പ്രസിഡന്റോ ഏറ്റവും വലിയ കൊളസ്ട്രോൾമാരോ ആവട്ടെ, അവരൊരിക്കലും ഈ പറയുന്ന KSUവിന്റെ അണികൾ വിശ്വസിക്കില്ല. അവരിതാ കലാപം തുടങ്ങി കഴിഞ്ഞു. അതിന്റെ സൂചനയാണ് എറണാകുളത്തെ ഈ ജില്ലാ നേതാക്കന്മാർ പത്രക്കാരോട് വളരെ കൃത്യമായി പറയാണ് ഇതിന് പിന്നിൽ അജണ്ടയാണ്, ഇതിന്റെ പിന്നിൽ സതീശനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള, സതീശനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ്. KSUക്കാർ ഇവരിന് പിന്നാലെ ഇല്ല എന്ന് പറഞ്ഞാൽ അലോഷ്യസ് സേവ്യറിന്റെ പിന്നാലെ ഞങ്ങൾ KSUക്കാർ ഇല്ല എന്ന് പറയുകയാണ്. തീർന്നില്ലേ? കെ സിയുടെ കുത്തിത്തിരിപ്പ് കഴിഞ്ഞല്ലോ അല്ലെ? KSUയുടെ കുത്തിത്തിരിപ്പ് കഴിഞ്ഞു. ഇവരൊന്നും ഒരു കാലത്ത് പഠിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ശരത് എന്ന് പറയുന്ന ആളുടെ മെമ്പർഷിപ്പിന്റെ കോപ്പിയാണിത്. 2019 മുതൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും മെമ്പർഷിപ്പുമുള്ള ആളാണ് ശരത് എന്ന് പറയുന്ന ആള്. അപ്പോ ഇത്രയും അധികം നാളുകളായി, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ആള് തഴക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച ടിജിൻ ജോസഫിന് വേണ്ടി ഏകദേശം 150-ലധികം വോട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ആള്. ഈ ടിജിൻ ജോസഫ് ഇന്നും സജീവ സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സാരഥ്യത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട വസ്തുത, KSU നിരന്തരമായി ഇതിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതൊരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. സിംജോ സാമുവൽ സക്രി എന്ന് പറയുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഈ പറയുന്ന വക്കീല് ഹാജരായിട്ടുള്ള ശരത്ത് ഹാജരായിട്ടുള്ള കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് KSUവിന്റെ ഒരു കേസ് വാദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതേ വക്കീല് തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി KSUവിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇത് എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് KM കൃഷ്ണലാല്. ഈ ജില്ലയിൽ തന്നെ KSU പ്രവർത്തകർക്ക് വേണ്ടി നിരവധി കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളെയാണ് ഇവർ നിരന്തരം സംഖ്യയാക്കാൻ ശ്രമിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി അടക്കം ഹാജരായിട്ടുള്ള വക്കീലിനെതിരെ നിരന്തരം KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ അത് എന്ത് താല്പര്യത്തിന്റെ പുറത്താണ്? ഇനി KSU സംസ്ഥാന പ്രസിഡന്റിനും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും അത്തരത്തിലൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എവിടെയാണ്? പാർട്ടിയുടെ KPC പ്രസിഡന്റ്, മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ, മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള അലോഹ്യമുണ്ടെങ്കിൽ, പാർട്ടിക്ക് KPCC ഒരു പ്രസിഡന്റ് ഉണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി KPCCക്കോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി നൽകാൻ തയ്യാറായില്ല. ഇപ്പൊ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തയുണ്ട്. ഒരു വിഷയത്തിൽ എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്? ഡസൻ കണക്കിന് മീഡിയ ബൈറ്റുകൾ നൽകി നിരവധിയായ ആക്ഷേപങ്ങൾ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ച് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഞാൻ പരിഗണിക്കാൻ കാരണം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി തന്ന ലിസ്റ്റ് പ്രകാരമാണെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുന്നത്. അപ്പൊ പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം, മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരം ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്.